നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സ്റ്റഡി തന്നെ കാണാം. Find the Laplace transform of f of t is equal to e raised to minus 2t into t into sin square t. ഒന്നുകൂടെ പറയാം. Find the Laplace transform of f of t is equal to e raised to minus 2t into t into sin square t. സോ ആ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സൈഡിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് എ. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി which is equal to f of f s minus a. ഇനി നമ്മുടെ സൈനിൻ്റെ കൊസൈൻ്റെ ലാപ്ലാസ്. വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ എ ടി? എ ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് കോസ് എ ടി? എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. സോ നമുക്ക് ഈ പ്രോബ്ലം രണ്ട് രീതി ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. അതിനുശേഷം ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ രീതി ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. അതിനുശേഷം ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. കാര്യം ഇതാകുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതേ സമയം ഇവിടെയാണെങ്കിൽ തെറ്റാനുള്ള, അതായത് നമ്മൾ ചെയ്തു വരുന്ന സ്റ്റെപ്പിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ട് ഈസ് സൈൻ സ്ക്വയർ ടി എന്തെന്ന് അറിഞ്ഞിരിക്കണം. സോ സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ബൈ 2. എന്താണ് കോസ് സ്ക്വയർ ടി? 1 പ്ലസ് കോസ് 2t ബൈ 2. സോ നമുക്ക് സൈൻ സ്ക്വയർ ടി എന്താണെന്ന് അറിയാം. ഇനി നമുക്ക് അതിൻ്റെ ലാപ്ലാസ് എടുക്കാം. സോ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ സ്ക്വയർ ടി വിച്ച് ഈസ് ഈക്വൽ ടു 1/2 കോമൺ ആയിട്ട് എടുക്കാം. 1ൻ്റെ ലാപ്ലാസ് 1/s. നമുക്ക് സൈഡിൽ തന്നെ കാണാം. കോസ് 2tയുടെ ലാപ്ലാസ് s ബൈ s സ്ക്വയർഡ് പ്ലസ് 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് എൽ ഓഫ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. എൽ ഓഫ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാം. എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണ്? -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലാസ് വിച്ച് ഈസ് ഈക്വൽ ടു 1/s മൈനസ് എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 1/sൻ്റെ ലാപ്ലാസ് എന്താണ്? 1/sൻ്റെ ലാപ്ലാസ് എന്ന് പറയുമ്പോൾ -1/s സ്ക്വയർഡ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 4. ന്യൂമറേറ്ററിൽ എസ്, ഡിനോമിനേറ്ററിൽ എസ്. സോ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു -1/2 എന്നുണ്ട്. which is equal to -1/2 ഇൻറ്റു -1/s സ്ക്വയർഡ് മൈനസ് ഇവിടെ ഒരു s സ്ക്വയർഡ് ഉണ്ട്, ഇവിടെ ഒരു -2s സ്ക്വയർഡ് ഉണ്ട്. ചെയ്യുമ്പോൾ 4 മൈനസ് s സ്ക്വയർഡ് ബൈ s സ്ക്വയർഡ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർഡ്. സോ ഇതുവരെ നമ്മളെത്തി. ഇനി ഈ മൈനസ് അകത്തോട്ട് കയറ്റുക. സോ എന്താവും? 1/2 ഇൻറ്റു 1/s സ്ക്വയർഡ് പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർഡ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർഡ്. ഇനി നമുക്ക് ഒരു ജോലി കൂടെ ഉള്ളൂ. എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കുക. സൈഡിലോട്ട് നോക്കുക. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി? എഫ് ഓഫ് എസ് പ്ലസ് എ. സോ എയുടെ സ്ഥാനത്ത് 2 ആണ്. സോ ഇവിടെ എസ് ഉണ്ടെങ്കിൽ എസിൻ്റെ സ്ഥാനത്ത് എല്ലാത്തടത്തും s+2 ഇട്ട് കൊടുക്കുക. സോ 1/2 ഇൻറ്റു 1/s+2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് s+2 ദ ഹോൾ സ്ക്വയർ ബൈ s+2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇതൊരു വലിയൊരു കണക്കാണ്, പക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. സോ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോമുകൾ. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം സൈൻ സ്ക്വയർ ടി എന്താണ്, പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂളും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ കണക്ക് നമുക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്രോബ്ലം. സോ നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 3e raised to 5t plus t plus 2 the whole square plus 2 cos 3t. നമ്മുടെ പറയാം ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3e raised to 5t plus t plus 2 the whole square plus 2 cos 3t.
നമ്മളിവിടെ ചെയ്യേണ്ടത് 3 e raised to 5t അതുപോലെ അങ്ങ് ഇറക്കുക. Plus, what is a plus b the whole square? A square plus 2ab plus b square. So t square plus 2 into 2t, 4t plus 4 plus 2 cos 3t. അതുപോലെ ഒന്ന് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ലാപ്ലാസ് എടുക്കുക. ലാപ്ലാസ് എടുക്കുമ്പോൾ എഫ് ഓഫ് എസ് എന്നായിക്കോളും. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 3 കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്ക് സൈഡിൽ നോക്കാം. വാട്ട് ഇസ് എ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി? 1 by s minus a. So 1 by s minus a യുടെ സ്ഥാനത്ത് 5 പ്ലസ് വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർഡ്? ടി സ്ക്വയറിൻ്റെ ലാപ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് 2 factorial by s raised to n plus 1. സോ 2 factorial by 2യുടെ നെക്സ്റ്റ് നമ്പർ എത്ര? 3. സോ s raised to 3 പ്ലസ് 4t. 4 ഇൻറ്റു ടിയുടെ ലാപ്ലാസ് കൊടുത്തിട്ടുണ്ട് 1 by s squared പ്ലസ് 4 കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലാസ് എന്താണ്? k by s. സോ 4 by s ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു what is cos 80? s by s squared plus a squared. So s by s squared plus a squared, which is equal to 3 by s minus 5 plus 2 by s common എടുക്കാം. So 2 by s into 1 by s squared plus 2 by s plus 2 plus 2s by s squared plus a squared. സോ ഇവിടെ എ സ്ക്വയർഡിൻ്റെ എയുടെ വാല്യൂ 3. സോ എ സ്ക്വയർഡ് എന്താ? 9 ആവും. ഇവിടെ എ സ്ക്വയർഡ് 9 ആവും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് ടിയുടെ ലാപ്ലാസ്, ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ്, ഇ റൈസ് ടു 80യുടെ ലാപ്ലാസ്, കോസ് 80യുടെ ലാപ്ലാസ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 8. സോ നമുക്ക് മുമ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സൈൻ ടി. എന്നിട്ട് പറയാം ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സൈൻ ടി. സോ നമുക്കിവിടെ ബോഡിയിൽ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. രണ്ടാമത്തെ കാര്യം വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലാസ് ഓഫ് സൈൻ ടി ആണ്. സോ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ ടി? 1 by s squared plus 1. കാര്യം ഇവിടെ എയുടെ വാല്യൂ 1 ആണ്. സോ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു സൈൻ ടി? -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. അതിവിടെ 1 by s squared plus 1 ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 by x എന്ന് പറയുമ്പോൾ -1 by x squared. അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുക. സോ -1 ഇൻറ്റു -1 by s squared plus 1. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ s എന്നല്ല x squared എന്നാണ്. സോ ഇതിനെ നമ്മളൊന്ന് ഡെറിവേറ്റീവ് എടുക്കണം. സോ എന്ത് കിട്ടും? 2s കിട്ടും. സോ മൈനസ് മൈനസും പ്ലസ് ആവും. സോ 2s by s squared plus 1. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് ടി സൈൻ ടി? 2s by s squared plus 1. സോ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 3t സൈൻ 2t. ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 3t സൈൻ 2t. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. സോ നമുക്ക് വേണ്ടത് സൈൻ എ സൈൻ ബി ഫോർമാറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. സോ വാട്ട് ഈസ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി? 2 സൈൻ എ സൈൻ ബി. സോ എന്താണ് സൈൻ 3t സൈൻ 2t കോസ് എ മൈനസ് ബി, അതായത് കോസ് 3t മൈനസ് 2t കോസ് ടി മൈനസ് കോസ് 3t പ്ലസ് 2t കോസ് 5t ബൈ ഈ 2 താഴോട്ട് വരും 2. സോ വാട്ട് ഈസ് സൈൻ 3t സൈൻ 2t? കോസ് ടി മൈനസ് കോസ് 5t ബൈ 2. ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുക. സോ വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് സൈൻ 3t സൈൻ 2t? എന്ത് ചെയ്താൽ മതി? കോസ് എ ടിയുടെ ലാപ്ലാസ്
s by s squared plus a squared. So s by s squared plus 1. ഇനി cos phi t യുടെ ലാപ്ലാസ് എന്താണ്? s by s squared plus 25. ഈ 1/2 കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കുക. സോ 1/2. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 12s by s squared plus 1 into s squared plus 25 എന്നാണ്. സോ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. വാട്ട് ഈസ് സൈൻ എ സൈൻ ബി, കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. രണ്ട് കോസിൻ്റെ ലാപ്ലാസ്, അതായത് കോസ് എ ടിയുടെ ലാപ്ലാസ് വിച്ച് ഈസ് എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. ഈ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ്. എന്നിട്ട് പറയാം ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ്. സോ ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ആദ്യം ടി ക്യൂബിൻ്റെത് കണ്ടുപിടിച്ചതിന് ശേഷം ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ് ചെയ്യുക. ഇല്ല എങ്കിൽ ഇ റൈസ് ടു മൈനസ് 3t കണ്ടുപിടിച്ചതിന് ശേഷം ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ് കണ്ടുപിടിക്കുക. സോ ഇതിൽ ഈ മെത്തേഡാണ് ഫാസ്റ്റ്. ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. സോ ഈ മെത്തേഡ് ചൂസ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സൈഡിൽ കാണാം വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് ടി റൈസ് ടു n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1. സോ 3 ഫാക്ടോറിയൽ ബൈ s റൈസ് ടു നെക്സ്റ്റ് നമ്പർ, 3യുടെ നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 4. ഇനി വാട്ട് ഈസ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ്. സൈഡിൽ നോക്കുക. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 8 എഫ് ഓഫ് ടി, എഫ് ഓഫ് എസ് പ്ലസ് എ. സോ ഇവിടെ എന്ത് വരും? ലാപ്ലാസ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു ടി ക്യൂബ്. സോ എഫ് ഓഫ് എസ് പ്ലസ് 3. അതിൻ്റെ മീനിങ് എന്താണ്? എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് 3 കൊടുക്കുക. സോ 3 ഫാക്ടോറിയൽ ബൈ എസ് പ്ലസ് 3 ദ ഹോൾ റൈസ് ടു 4. വാട്ട് ഈസ് 3 ഫാക്ടോറിയൽ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 6. 6 ബൈ എസ് പ്ലസ് 3 ദ ഹോൾ റൈസ് ടു 4. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു n, വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 8t ഇൻറ്റു എഫ് ഓഫ് ടി. ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 11. സോ ഈ വീഡിയോയിൽ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അതായത് 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 3 കോസ് എച്ച് 3t. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി കോസ് എച്ച് 3t. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോസ് എച്ച് 3tയുടെ ലാപ്ലാസ് എന്താണ്. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടിയും വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി. ഒന്നുമില്ല, കോസ് എ ടിയുടെ ലാപ്ലാസ് നിങ്ങൾക്ക് അറിയാം, എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. ആ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് കൊടുത്താൽ മതി. സോ എസ് ബൈ എസ് സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ്. സോ വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് 3t? എസ് ബൈ എസ് സ്ക്വയർഡ് മൈനസ് എയുടെ സ്ഥാനത്ത് 3, 3യുടെ സ്ക്വയർഡ് 9. സോ ഇനി വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ടി കോസ് എച്ച് 3t? സൈഡിലോട്ട് നോക്കുക. വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി? എഫ് ഓഫ് ടി, എഫ് ഓഫ് എസ് മൈനസ് എ. സോ എഫ് ഓഫ് എസ് മൈനസ് എ. സോ നിങ്ങൾ എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർഡ് മൈനസ് 9. സോ നമ്മളിവിടെ ഒരു പുതിയൊരു കാര്യം പഠിച്ചു. അടുത്ത ലാപ്ലാസ് ഓഫ് കോസ് എച്ച് 3t. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ വാട്ട് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി.